അങ്ങനെ പുള്ളി ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാനിവിടെ എൻ്റെ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ പോയി. പുള്ളിക്ക് ബൈബിൾ വായനയോടൊന്നും അത്ര വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം പുള്ളി എന്നേക്കാൾ കൂടുതൽ ബൈബിൾ വായിക്കാനും കൂടുതൽ സമയം പ്രാർത്ഥനാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനും ഒക്കെ തുടങ്ങി. ആ ഒരു ടൈമിലാണ് പുള്ളി തന്നെയാണ് എന്നെ വിളിച്ചിട്ട് US ഏജൻസിയെ കുറിച്ച് എന്നോട് പറയുന്നതും ഞാൻ അതിന് അപ്ലൈ ചെയ്യണോ എന്നുള്ളതും. എനിക്ക് കാനഡയുടെ ഇങ്ങനെ റിജക്ഷൻ ആയിരുന്നതുകൊണ്ട് വളരെ മടിയായിരുന്നു, വേണോ വേണ്ടോ എന്നൊരു ചിന്ത തന്നെ ആയിരുന്നു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞില്ല, നീ അമ്മയെടുത്ത് പോയി കൃപാസന അമ്മയെടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് സമ്മതം മേടിച്ചിട്ട് തീർച്ചയായിട്ടും നീ ഇതിന് അപ്ലൈ ചെയ്യും എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അരികിൽ വന്നു, സമ്മതം ചോദിച്ചു. ഈശോ എനിക്ക് മുന്നേ നടന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരണേ എന്ന് ഈശോയോടും പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ US വിസയ്ക്കുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തു. ഞാൻ പിന്നീട് അമ്മയുടെ അരികിലോട്ട് തന്നെയാണ് വന്നത്. അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് നേരെ നിത്യാരാധനയിൽ പോയിരുന്നു. ഈശോയുടെ അരികിൽ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. നിത്യാരാധനയിൽ നിന്ന് ഇറങ്ങി പുറത്ത് ഈ മണ്ണ് ഞാൻ വിടുന്നതിന് മുന്നേ എൻ്റെ ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നത് മെസ്സേജ് എനിക്ക് വന്നു. ഏജൻസി ഞാൻ നിത്യാരാധനയിൽ ഇരിക്കുമ്പോൾ തന്നെ ഏജൻസി തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓഫർ ലെറ്റർ വന്ന കാര്യം പറയാൻ. പക്ഷേ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടുകൊണ്ട് ഞാൻ അറിയുന്നില്ലായിരുന്നു ഈ മണ്ണ്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ കാര്യം ഞാൻ അറിയുകയും ചെയ്തു, ഓഫർ ലെറ്റർ വന്നതും. പിന്നീട് പ്രോസസ്സിംഗ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു.